ഹായ് ഓൾ, ഇന്ന് ഒരു ചിക്കൻ സമോസയുടെ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു സമോസ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പോലും ഈ സമോസ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വരില്ല. അത്ര സിമ്പിളാണ് ഇതിൻ്റെ റെസിപ്പിയും ഇത് ചെയ്യുന്ന രീതികളും. അപ്പം നമ്മൾക്ക് സമോസ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ നമുക്ക് സമോസയുടെ ഫില്ലിങ്ങിനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു അരമുറി ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് ബോൺലെസ് പീസാണ്. നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റേ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയായിട്ട് തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മറ്റ് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. വേറെ വലിയ മസാലകളൊന്നുമില്ല. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ഈ ഇറച്ചിയും പച്ചക്കറിയുടെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് വേറെ കുക്ക് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് വളരെ റോയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ നല്ലതുപോലെ അത് കലക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഒരു പശ കലക്കിയ പോലെയുള്ള രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഈ സമൂസ ഉണ്ടാക്കാനായിട്ട് സമൂസ ഷീറ്റ് ഉപയോഗിക്കുന്നില്ല. ഞാൻ പരത്തിയെടുക്കാനും പോകുന്നില്ല. പകരം ഞാൻ ചപ്പാത്തി പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചപ്പാത്തി എടുത്തിട്ട് ഞാൻ 4ആയിട്ട് കീറിയെടുക്കുകയാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ശരിക്കും ഒരു എളുപ്പപ്പണി തന്നെയാണ്. ചപ്പാത്തി പാക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സമൂസ ഉണ്ടാക്കാൻ വളരെ കുറച്ച് നേരം മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫില്ലിംഗ് എടുത്ത് ഇതിൻ്റെ നടുക്കേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനെ മൈദയുടെ ആ പേസ്റ്റ് സൈഡിൽ തേച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അത് അഴിഞ്ഞു പോവുകയില്ല, അങ്ങനെ തന്നെ ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ടൈം സേവിങ്ങുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ ചപ്പാത്തി ഷീറ്റ് നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. വളരെ സോഫ്റ്റുമാണ്, ക്രിസ്പിയുമാണ്. നമ്മൾ ഫില്ലിംഗ് നിറയ്ക്കുമ്പോൾ വളരെ കുറച്ച് ഫില്ലിംഗ് ഇടാൻ മാത്രം ശ്രമിക്കുക. കാരണം നമ്മളുടെ ചിക്കൻ നമ്മൾ റോ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, പച്ചയ്ക്കുള്ളതാണ് ചിക്കൻ. അപ്പം നമുക്കത് വെന്ത് കിട്ടണം. അപ്പം ചപ്പാത്തി ഷീറ്റ് കരിഞ്ഞു പോവുകയും ചെയ്യരുതല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ഫില്ലിംഗ് വെച്ച് അതിനകത്തൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ അകത്തെ ചിക്കൻ വേവുകയില്ല, പുറമെ കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു 2 സമോസ ഇട്ട് നമുക്കിതിൽ നിന്ന് വറുത്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വളരെ സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണുള്ളത്. അപ്പം നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നല്ലതായിട്ട് സെർവ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു മൊമോസിൻ്റെ ടേസ്റ്റാണ്. പക്ഷെ സമോസയുടെ ഷേപ്പാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ചപ്പാത്തി പാക്കറ്റും ചിക്കനൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.